യഹോവയുടെ വചനം രണ്ടാമതും യോനയ്ക്ക് ഉണ്ടായി. ദൈവം അവന് വീണ്ടും ഒരു അവസരം നൽകി. ദൈവം പറഞ്ഞു, നീനെവേയിലേക്ക് പോകുക. അപ്പോൾ യോന എഴുന്നേറ്റു യഹോവയുടെ വചനപ്രകാരം നീനെവേയിലേക്ക് പോയി. അവൻ നിലവിളിച്ചു പറഞ്ഞു, ദൈവം നിങ്ങളെ 40 ദിവസത്തേക്ക് കൂടി അനുവദിക്കുമെന്ന് അവൻ പറഞ്ഞു, പക്ഷേ മാനസാന്തരപ്പെടുക. യോനയുടെ സന്ദേശം കരുണയുടെ ഒരു വാഗ്ദാനവും നൽകിയില്ല, അത് മാനസാന്തരത്തിന്റെ സന്ദേശമായിരുന്നു. എന്നിട്ടും നീനെവേയിലെ ജനങ്ങൾ അവന്റെ സന്ദേശം വിശ്വസിച്ചു. ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ഉണർവ്, ഏറ്റവും വലിയ സുവിശേഷ പ്രചാരണം നീനെവേയിൽ നടന്നതായി ബൈബിൾ പറയുന്നു. ഒരുപക്ഷേ 600,000 ആളുകൾ, കുറവോ അതിലധികമോ, വസിച്ചിരുന്ന ഒരു നഗരമായിരുന്നു അത്. രാജാവ് മുതൽ താഴെ വരെ മുഴുവൻ നഗരവും അനുതപിച്ചു. രാജാവ് തന്റെ വസ്ത്രം അഴിച്ചുമാറ്റി സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി പൊടിയിൽ, രട്ടുടുത്തും ചാരത്തിലും തെരുവിൽ ഇറങ്ങി തന്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചു. ദൈവം രാജാവിനോട് മാത്രമല്ല കരുണ കാണിച്ചത്, എല്ലാ ജനങ്ങളും രക്ഷിക്കപ്പെട്ടു.